അറസ്റ്റ് ആരുടെ രാഷ്ട്രീയ ബുദ്ധിയാണ് എന്ന ഒരു ചോദ്യം അവിടെ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ ബുദ്ധി ഇതിന് പിന്നിലുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുലർച്ചെ അടൂരിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യണം എന്ന ഒരു തീരുമാനമെടുത്ത ഒരു രാഷ്ട്രീയ ബുദ്ധി, അത് നടപ്പാക്കാനായി നേതൃത്വം കൊടുത്തത് ADGP MR അജിത് കുമാർ ആണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് വളരെ യാദൃശ്ചികമായി ഇന്ന് പുലർച്ചെ രാഹുലിനെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചതാകാനുള്ള വഴിയില്ല. കഴിഞ്ഞ 20 ദിവസം ആലോചിച്ചിട്ടുണ്ടാകാം, ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ടാകാം. കോടതിയിലെത്തുമ്പോൾ ജാമ്യം കിട്ടാത്ത സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് കൃത്യമായി തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർത്തത് എന്നതും വ്യക്തമാണ്. ഇവിടെ ഭരണകൂട ഭീകരത എന്ന കോൺഗ്രസിന്റെ വാദം അത് നിലനിൽക്കുമോ എന്ന ചോദ്യത്തിൽ എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം ഒരു ഭരണകൂട ഭീകരത എന്ന് പൂർണ്ണമായും സ്ഥാപിക്കാൻ കഴിയാത്ത ചില എലമെന്റ്സ് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം അതിന് മാത്രം എന്താണ് അവിടെ ചെയ്തത്? കൃത്യമായ എവിഡൻസ്, ആ ദൃശ്യങ്ങൾ 20-ാം തീയതി സമരം നടക്കുമ്പോൾ നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളെല്ലാം സംപ്രേഷണം ചെയ്തതാണ്. എല്ലാ സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈ കേസ് ഡയറിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഈ പട്ടികയെടുത്ത്, അതായത് അവരുടെ കൊടികൾ കൊണ്ടുവന്നത്, അതോടൊപ്പം തന്നെ ചെറിയ വടികൾ, അതുപോലെ പട്ടിക, ഇതെല്ലാം ഉപയോഗിച്ചുള്ള അടി അവിടെ നടന്നിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചത്. അപ്പോൾ അവിടെ നിയമം നടപ്പാക്കി എന്ന വാദത്തിന് ഭരണകൂട ഭീകരത എന്നതിനേക്കാൾ മേൽക്കൈ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ നിയമം നടപ്പാക്കിയതിനകത്ത് ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. സാധാരണ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തിടുക്കം അതിൽ ഉണ്ടായിട്ടുമുണ്ട്. അത് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഭീകരത എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാമോ, അത്രമാത്രം പ്രാധാന്യം അതിനുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇക്കാര്യത്തിൽ വിജയൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു വെല്ലുവിളിയാണ്. പിന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന രാഹുലിന്റെ വെല്ലുവിളി, അപ്പോൾ ഇന്നത്തെ ഈ ഡിസ്പ്ലേ മുഴുവൻ അവരുടെ കൂടി ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ അവരുടെ കൂടി ഒരു സ്റ്റേജ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റുമാണോ എന്നതും അവരാണ് വ്യക്തമാക്കേണ്ടത്. അമ്മയുടെ മുന്നിൽ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് പിണറായി വിജയന്റെ തീരുമാനം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആരോപണം, അതിന്റെ ഒരു വസ്തുത പരിശോധിക്കണം. പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ, നേരിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊക്കെ ഇടപെട്ട് ADGP MR അജിത് കുമാർ വഴി ഇക്കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തതാണോ? ആ ഒരു വാദമാണല്ലോ, ആ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണല്ലോ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഉടനെ ഒരു പ്രതിച്ഛായ കൂടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രതിച്ഛായ നിർമ്മിതി ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ചാർജ് എടുത്ത ദിവസങ്ങൾക്കകം ഈ ഒറ്റ സമരത്തിലൂടെ രാഹുലിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് അത് രാഹുലിന്റെ കൂടി ഒരു ബുദ്ധിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇക്കാര്യത്തിൽ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും വാദം അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിൽ ആദ്യത്തെ മൂന്ന് പ്രതികൾ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള 3 MLA-മാരാണ്. 4-ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ കേസിൽ, ഈ സംഘർഷത്തിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ ഒരു പ്രോമിനന്റ് ഫിഗർ എന്ന് പറയുന്നത്. പൊതുമുതൽ നശീകരണത്തിന് നേരിട്ടും അല്ലാതെയുമുള്ള ഉത്തരവാദിത്തം ഈ സമരം നടത്തുന്നവർക്കുണ്ട് എന്നതാണ് എൻ്റെ ഒരു ബോധ്യം. കാരണം ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ എടുക്കുന്ന ഒരു അഭിപ്രായം അതാണ്. ഈ പൊതുമുതൽ നശിപ്പിച്ചതിന്, അതിപ്പോൾ ഞാനായാലും നമ്മൾ ആരായാലും, അതല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായാലും, പൊതുമുതൽ നശിപ്പിച്ചാൽ അവർ നിയമപരമായ നടപടികൾ നേരിടേണ്ടതുണ്ട്.